പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 6 ശ്ലോകമാണ് പറഞ്ഞത്. അതിൽ ഇന്നലത്തെ ശ്ലോകത്തിൽ ഭഗവത് സ്വരൂപത്തെ ഒന്നങ്ങനെ വർണ്ണിച്ചതാണ്. 5 വിശേഷണങ്ങൾ ഭഗവാന്റെ സ്വരൂപത്തിന് പറഞ്ഞു. മേഘത്തിൻ്റെയും കളായ പുഷ്പത്തിൻ്റെ പോലെയും നീല നിറമുള്ളത്, സ്നേഹം ഇങ്ങനെ സാരമായിട്ട് ഉള്ളത്, ലാവണ്യസേക സാരം, സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം. പിന്നെയോ സുഹൃതി ജനദശാം പൂർണ്ണ പുണ്യാവതാരം, സുഹൃതം ചെയ്തിട്ടുള്ള കണ്ണുകൾക്ക് അവർക്കേ ഉള്ളൂ കേട്ടോ പൂർണ്ണ പുണ്യാവതാരം. പൂർണ്ണാവതാരത്തെ പറ്റി ഇന്നലെ പറഞ്ഞു. ഈ ലക്ഷ്മി നിശങ്ക ലീലാനിലയനം, ലക്ഷ്മിയുടെ നിസ്സംഗമായ വിളയാട്ടത്തിന് പറ്റിയ സ്ഥലം, യോജിച്ച അതിന് നിശങ്കമായിട്ടുള്ള ലീല കേളിവിഹാരങ്ങളായ സ്ഥലം. അമൃതസ്യന്ത സന്തോഷം മന്ദസ്തിഞ്ചസ്, അമൃതധാര ആനന്ദം സേവിക്കുന്നവരുടെയും ചിന്തിക്കുന്നവരുടെയും ഉള്ളിൽ അമൃതധാര വർഷിക്കുന്നതും. ഇതാണ് പറഞ്ഞത് 5 കാര്യങ്ങൾ ആയ മാരുതാകാരനാഥ തേ വപു, അങ്ങയുടെ ശരീരം, അങ്ങനെയുള്ളതായിട്ടുള്ള തേ വപു തത്തേ വപു, ഞങ്ങൾ വീണ്ടും 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 അനുകലയെ മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം ഒന്ന് ചെല്ലാം, എല്ലാവരും നോക്കിക്കോൾ, ചെല്ലാം. കഷ്ട തേ സൃഷ്ടിചേഷ്ട ബഹുതരഭവഖേദാവകാ ജീവബാജാം ഇത്തേവം, ജീവബാജാം എന്നാണ്. ഇത്തേവം ചേരുമ്പോൾ മീന്ന് വരെയുള്ളൂ, മീ അവിടെ ഇല്ല. മുറിക്കുമ്പോൾ മിത്തേവെന്ന് ചെല്ലരുത്. ഒന്ന് ചെല്ലുമ്പോൾ ഈ ബാജാം ഇത്തേവം എന്ന് ചെല്ലാം. വരയിട്ടിട്ടുണ്ട് അവിടെ, അത് തുടർച്ചയാണ്. ആ വര കാണിക്കുന്നത് മുറിക്കരുത് എന്നാണ്. ബാജാമിത്യേവം അല്ലെങ്കിൽ ബാജാം ഇത്യേവം. അപ്പം ഈ ആയി. പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ നോച്ചേ ജീവ കഥം വാ മധുരതരമിതം തത് ബഭുഛിദ്രസാർദ്രം. 2 ദ്രായാണ് കേട്ടോ. തത്വത് വപു, ഇവിടെ ത്വത് പ്ലസ് വപു ആണ്. ദ്വ എന്ന് ശരിക്കും അവിടെ ഇല്ല. ത്വത് പ്ലസ് വബു ചേരുമ്പോഴാണ് ദ്വബു ആവുന്നത്. ദ്വ എന്നത് ചേർന്നപ്പോൾ വന്നതാണ്. ത്വത് പ്ലസ് വബു, ത്വത് വബു. ദ്വ എന്ന് വായിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക. അങ്ങനെ വായിക്കണം എന്നില്ല. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ദ്വ വരുമ്പോൾ ത്വത് വ എന്ന് പിരിച്ച് വായിക്കാം. അതാണ് സൗകര്യം. ചിലത് അങ്ങനെയാണ് സൗകര്യം. ത്വത് വബു എന്ന് വായിച്ചാൽ കുറച്ചും കൂടി സൗകര്യം കിട്ടും. ത്വദ്വബു എന്ന് വായിക്കുമ്പോൾ നമുക്ക് ലേശം ബുദ്ധിമുട്ട് വരും. അപ്പം ത്വത് വബു കുറച്ചും കൂടി ഈസിയാണ്. ത്വത് വബു ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വ. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ വായിക്കുമ്പോൾ ഈ നേ എന്നുള്ളത് ഒരു ദീർഘപുള്ളിയേ ഉള്ളൂ. മറ്റേ ശ്രോ എന്ന് പറയുമ്പോൾ 2 പുറത്തൊരു ദീർഘമുണ്ട്. അങ്ങനത്തത് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു പുള്ളിയുള്ളത് നേ എന്നും 2 പുള്ളിയുള്ളത് ശ്രോ എന്നും വായിക്കാം. അതിനകത്ത് അതാണ് തെറ്റണ സംഭവമാണ്. ശ്രേത്രയിച്ച എന്ന് വായിക്കും, അല്ലെങ്കിൽ നോത്രയിച്ച എന്ന് വായിക്കും. പതിവുള്ളതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പുറത്ത് ദീർഘം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വായിക്കാൻ. നേത്രേയി ശ്രോത്രേയി, അത് 2 ഉണ്ടാണ്ട്. ശ്രോത്രയിച്ച പീത്വ പരമരസ സുധാംബോധി പൂരേ രമേരൻ. അത് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ വാക്ക് വരുന്നു? പരമാ. പരമരസ എന്നൊന്നും വായിക്കരുത്. അതുകൊണ്ടാണ് ഈ വാക്ക് പിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയണത്. ഒക്കെ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അർത്ഥത്തേക്കാൾ നമ്മൾ ചെല്ലുമ്പോൾ തെറ്റാണ്ട് ചെല്ലണം. ഇവിടെ പരമാ, പരമാന്ന് എല്ലാവർക്കും ഒരു പരമമായ പരമസുഖം നോക്കാം. പരമാ. പിന്നെ എന്താണ്? രസ. അത് രസസു എന്ന് വായിക്കരുത്. രസ പരമ പ്ലസ് രസ പ്ലസ് സുധ
സുധ എന്ന് പറഞ്ഞാൽ അമൃതം, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അത് 3 വാക്കാണ്. പരമ, രസ, സുധ. വേണമെങ്കിൽ ചെറുതായിട്ട് കോമ ഇടാം, പെൻസിലുകൊണ്ടൊക്കെ. വൃത്തികേടാക്കണം ഇതല്ലാണ്ട്. പരമ കോമ രസ കോമ. പിന്നെ സുധാംബോധി പൂരേ രമേരൻ. അവിടെ സുധാം എന്നുള്ളിടത്ത് മുറിക്കരുത്. ബോധി അല്ല, ബോധിയില്ല, സുധാംബോധിയാണ് വാക്ക്. ബോധി അല്ലെങ്കിൽ ബോധി എന്ന് വായിക്കരുത്. അതിനാണ് വരയിട്ടിരിക്കുന്നത്. വരയിട്ടോടത്ത് കൂട്ടി വായിക്കണം. അപ്പം പരമസുധാംബോധി. അംബോധി പറഞ്ഞാൽ സമുദ്രം, സുധാംബോധി അമൃതമാകുന്ന സമുദ്രം. അപ്പോൾ ആ ചെല്ലുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞത്. നേത്രൈ ശ്രോത്രൈശ്ച പീത്വ പരമ രസ സുധാംബോധി. ബോധിയല്ല, സുധാംബോധി പൂരേ രമേരൻ. ഈ അർത്ഥങ്ങൾ നോക്കാം. ഈ ഭഗവാന്റെ ഈ സൃഷ്ടിചേഷ്ട നമ്മുടെ പ്രഥമ ദൃഷ്ടിയ നമുക്കൊരു ക്രൂരതയാണ് എന്ന് തോന്നും. അപ്പോൾ കവി പറയുകയാണ്, ഞാനും അങ്ങനെ വിചാരിച്ചു. എല്ലാവരും വിചാരിക്കാൻ എനിക്കിപ്പോൾ എന്താ പ്രത്യേകത? ഞാനും അങ്ങനെ വിചാരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരത്തെ സൃഷ്ടിക്കണത്? അത് മനുഷ്യ ശരീരം മാത്രമാണോ? നീളത്തിലുള്ള പാമ്പുകൾ നിലത്ത് കൂടെ അങ്ങനെ ഇഴകി അവരുടെയൊക്കെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കും. അപ്പം മനുഷ്യൻ ഭേദമാണെന്ന് മനുഷ്യന് തോന്നും. ഭേദമൊന്നുമില്ല. ഇതും ഒട്ടും കുറവൊന്നുമില്ല. 72,000 നാഡീ ഞരമ്പ്, കിഡ്നിയുടെ പ്രവർത്തനം, ഹാർട്ടിൻ്റെ പ്രവർത്തനം, ഇല്ലേ, കണ്ണിൻ്റെ പ്രവർത്തനം, മൂക്കിൻ്റെ പ്രവർത്തനം, ചെവിയുടെ പ്രവർത്തനം. എന്തൊക്കെ രോഗങ്ങൾ വരുന്ന രോഗാതുര ശരീരമാണ് മനുഷ്യൻ്റെ. 2 കാലുമ്പിൽ നടക്കാമെന്ന് ആലോചിച്ചാൽ കുറച്ച് ഭേദമാണെന്നേ ഉള്ളൂ. ഇഴയുന്ന ജീവികൾ, ഇല്ലേ, ചാടി നടക്കുന്ന ജീവികൾ, പറന്ന് നടക്കുന്ന ജീവികൾ, മിക്കവാറും ജീവികൾക്കൊക്കെ മനുഷ്യനെ പേടിയാണ്. മനുഷ്യനെ എല്ലാ ജീവികളും പേടിക്കണം. അവൻ്റെ സ്വഭാവ ഗുണമാണ്, കയ്യിലിരിപ്പാണ്. മറ്റ് ജീവികളേക്കാൾ പേടിക്കുന്നതിനേക്കാൾ മനുഷ്യനെ കണ്ട അപ്പം പറക്കും പക്ഷി, ഇല്ലേ. വേറൊരു പക്ഷി എന്നാൽ ചിലപ്പോൾ പറന്നോളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനുഷ്യനെ പേടിയാണ്. അപ്പോൾ ആ ജീവജാലങ്ങൾക്ക് സ്വൈരമുണ്ടോ? ഇല്ല. മനുഷ്യന് സ്വൈരമുണ്ടോ? ഇല്ല. ഗ്യാസിന് വില കൂടി, ലോറി സമരമായി, അശോഞ്ഞി ഗ്യാസിന് ഇപ്പം തന്നെ താങ്ങാൻ വയ്യ. ഇങ്ങനെയുള്ള വേവലാതികൾ അവനെ അലട്ടണു, അല്ലേ. വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടായില്ല. കുട്ടികളുണ്ടായാൽ പിന്നെ അവരെ നേരെ കണ്ട സ്ഥിതം. വിവാഹം കഴിയാഞ്ഞാൽ കഴിയാത്ത കുഴപ്പം, കഴിച്ചു കൊടുത്താലോ അത് നേരെ ഈ പോണച്ചാൽ നല്ല പാടാണ് അന്നത്തെ കാലത്ത്. 2 ദിവസം കഴിഞ്ഞ് നമ്മത്തെ ലിംഗടന വന്നാലോ. അപ്പം നമുക്ക് വേവലാതി തന്നിരിക്കണം, ഒരുപാട് വേവലാതി. മറ്റ് ജീവജാലങ്ങൾ ഉള്ളതിനെക്കാട്ടിലും നമുക്ക് അതാണ് തന്നിരിക്കണം. അത്ര വേവലാതി മറ്റ് ജീവജാലങ്ങൾക്കില്ല. പക്ഷെ അവയ്ക്കും ഉണ്ട് ശരീരത്തെ സംരക്ഷിച്ചു പോകണം. ഭക്ഷണം കിട്ടണ്ടേ? നമുക്ക് എടുത്തു വയ്ക്കണ പോലെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ, അല്ലേ, ഡെലിവറി അറ്റ് ഹോമോ ഒന്നുമില്ലല്ലോ. അവയ്ക്ക് ഉണ്ടോ? അപ്പോൾ അതാറ് ദിവസം ഒരു പൂച്ചയ്ക്ക് എലിയെ കിട്ടിയാൽ കിട്ടി, ഇത്രയേ ഉള്ളൂ. മറ്റ് ജീവികൾക്ക് ഇര കിട്ടിയാൽ കിട്ടി, ഇത്രയേ ഉള്ളൂ. ഒരു ഉറപ്പുമില്ല. പല ദിവസവും ഭക്ഷണം ഇല്ലാണ്ടെയും പട്ടിണി കിടന്നിട്ടും കഴിയേണ്ടി വരുന്ന ഭീതി അവയ്ക്കുണ്ട്. അപ്പം അവയ്ക്ക് അവയുടെ ഭീതി, നമുക്കോ നമ്മുടെ ഭീതി. എന്തായാലും ജീവന്മാർ കഷ്ടപ്പെടുകയാണ്. ഒരു ജീവിയും സ്വൈരമൊന്നും അനുഭവിക്കണില്ല. ഭാഗവത്തിൽ പ്രത്യേകമുണ്ട്, ഒരൊറ്റ ജീവി ഉദ്ധവ ദേവോദേശത്തിലാണ് പറയണം. ശരീരം എടുത്തു കഴിഞ്ഞാൽ സുഖമില്ല കേട്ടോ, വിചാരിക്കേണ്ട. നമുക്ക് തോന്നും അവർക്ക് സുഖമാണ്, അവർക്ക് തോന്നും നമുക്ക് സുഖമാണ്. സത്യത്തിൽ സുഖം അനുഭവിക്കുന്ന ഒരൊറ്റ ജീവജാലങ്ങളും ഈ ലോകത്തിൽ ഭഗവാനെ അങ്ങയുടെ സൃഷ്ടിയിലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു വ്യാപാരം അല്ലെങ്കിൽ ഒരു വിനോദം എന്തിനാണ് അങ്ങ് ചെയ്തത്? എങ്കിലും അങ്ങക്ക് സൃഷ്ടിക്കാതിരിക്കായിരുന്നു, അല്ലെങ്കിലോ സൃഷ്ടിച്ചവർക്ക് സുഖം കൊടുക്കായിരുന്നു. അതിനിപ്പോൾ അങ്ങ് വിചാരിച്ചാൽ സാധിക്കില്ലേ? ഒരു പ്രയാസമില്ല. എന്തിനാ അങ്ങനെ ശത്രുക്കളെ പേടി? ഒരു പൂച്ച ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടാവും. കാക്കയതെ പക്ഷിയതെ എവിടുന്നാ ഏറ് വരിക, എവിടുന്നാ വലയെ കൊടുക്കുക, പറയാൻ പറ്റുമോ? ഏത് ജീവിയാ തന്നെ പിടിച്ച് തിന്നുക? ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഒരവസ്ഥ അല്ലാതെ ആക്കാൻ ഭഗവാന് വിഷമമൊന്നുമില്ലല്ലോ. പക്ഷെ എന്തിനാണ്? ഞാൻ വിചാരിച്ചു അങ്ങ് വളരെ ക്രൂരനല്ലേ ശരിക്കും പറയാച്ചാൽ. കരുണാകവാരിധിയാണെന്നൊക്കെ പറയുകയാണെങ്കിലും ഒരു തരം ക്രൂരത. ഈ ജീവജാലങ്ങളുടെയൊക്കെ വിഷമവും ദുഃഖവും കണ്ട് ആനന്ദിക്കുകയാണോ അവിടുന്ന്? അപ്പം ഞാനും ചിന്തിച്ചു, എന്ത് കഷ്ടത്തെ സൃഷ്ടിചേഷ്ട. ഈ ലോകത്തിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചതായിട്ടുള്ള ചേഷ്ട, വിനോദം, ഈ സൃഷ്ടിചേഷ്ട എന്ന് പറയുന്ന അങ്ങയുടെ ഈ സംഗതി, ചേഷ്ട പ്രവർത്തനം, ജീവികളെ സൃഷ്ടിച്ചതായി കൊണ്ടുള്ള ഈ പ്രവർത്തനം
എന്താണ് ശരിക്ക്? വളരെയധികം കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. എന്തുകൊണ്ട്? ബഹുതര ഭവ ഖേദാവക ജീവഭാജാം. അവ ഓരോ കാര്യങ്ങൾ പറയണതാണ്. ഈ ജീവഭാജാം, ജീവജാലങ്ങൾ, ജീവികൾ, ജീവഭാജാം ജീവജാലങ്ങൾ, അല്ലെങ്കിൽ ജീവജാലങ്ങൾ, ജീവസമൂഹം. ജീവഭാജാം ബഹുതര ഭവ ഖേദാവഹ. ഖേദം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആവും ദുഃഖം എന്നർത്ഥം. ഖേദം എന്ന് പറഞ്ഞാൽ ദുഃഖമാണല്ലോ. അത് ബഹുഖേദം എന്ന് പറഞ്ഞാലും ആവാം, വളരെ ദുഃഖം. തര കൂടി കൂട്ടിയാലോ ഒന്നും കൂടി ദുഃഖം. ജീവജാലങ്ങൾക്ക് ഖേദം ഉണ്ടാക്കുന്നതല്ല, ബഹുഖേദം ഉണ്ടാക്കുന്നതുമല്ല, ബഹുതര ഖേദമാണ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത ഖേദങ്ങളാണ്. വെറും ഖേദമല്ല, ബഹുഖേദമല്ല, ബഹുതര ഖേദം. വിശേഷണങ്ങൾ ചേർത്തു രണ്ടെണ്ണം. ബഹുതര എന്ന് പറഞ്ഞാൽ വളരെ ഏറെ അധികം. ഒന്നും കൂടി ചേർത്താലേ അവിടെ ശരിയാവുള്ളൂ. ബഹുതര ഭവ ഖേദം. ഇവിടെ ഭവം എന്നുള്ള വാക്കിന് എന്താർത്ഥം? സംസാര ദുഃഖം, പ്രാപഞ്ചിക ദുഃഖങ്ങൾ, ശരീരം കൊണ്ടുള്ള ദുഃഖങ്ങൾ. ഭവം സംസാരത്തിൽ നിന്നുണ്ടായതിനെയാണ്, ഉണ്ടാവുകൊണ്ടാണ് ഭവം. ഭവദുഃഖം. ഭവം എന്ന് പറഞ്ഞാൽ ഭവസാഗരം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം. ശരീരം കൊണ്ട് വേദനയാവാം, വിശപ്പാവാം, ശത്രുഭീതിയാവാം. ഇതൊക്കെ ശരീരം കൊണ്ട് നമുക്ക് മാനസികമുണ്ട്, ശാരീരികമുണ്ട്, പ്രകൃതിയിൽ നിന്ന് നേരിടുന്നതുമുണ്ട് അല്ലേ? ഇടിമിന്നലോ വെയിലോ ഏതെങ്കിലും പോകുമ്പോൾ മഴ പെയ്ത ജീവികൾക്കൊക്കെ എന്ത് ശല്യം ആലോചിച്ച് നോക്കൂ. അവയൊക്കെ കുടഞ്ഞ് വളരെ ശുവാക്കൾ, മറ്റ് ജീവികൾ, പശുക്കളൊക്കെ മഴ കൊണ്ടാൽ ദുഃഖം അനുഭവിക്കുന്നു. അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന ദുഃഖമാണ്. കുട പിടിക്കാനോ ഒന്നും അവർക്ക് അറിയില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കൊക്കൊക്കെ നീക്കിയൊക്കെ ശരിയാക്കി ചെറുതാക്കണ കാണാം നമ്മൾ, ശരിയാക്കണ കാണാം പക്ഷികൾ. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ദുഃഖമുണ്ട്. പിന്നെ അവരുടെ മനസ്സിലും ചിന്തകൾ ഉണ്ടാവാം. എത്രത്തോളം നിരീക്ഷകർക്കല്ലേ അറിയുള്ളൂ. പിന്നെയോ അവരുടെ ശരീരത്തിന് ഖേദം വരുന്ന വിശപ്പ്, ശത്രുഭയം, കാലോ കയ്യോ അവർക്കും ഒടിയാലോ. ഷോക്കളുടെ മേലെ വണ്ടി കയറി കാലൊടിഞ്ഞ് തൊണ്ടിന് കണ്ടിട്ടുണ്ടോ നമ്മൾ? എത്ര വിഷമം അവർക്ക് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോലെ പ്ലാസ്റ്റർ ഇടാനോ ഡോക്ടറെ കാണാനോ ഒന്നും അവയ്ക്ക് പറ്റില്ല. ഈ നൊണ്ടിക്കാലും വെച്ച് ജീവിതം മുഴുവൻ അനുഭവിക്കേണ്ട യേശുവിൻ്റെ കാല് പൊട്ടിയോ ഒടിയോ ചെയ്താൽ. അപ്പോൾ ശാരീരിക ഖേദങ്ങൾ, മാനസികമായിട്ട് എന്തൊക്കെയോ ചിന്തകൾ അവയ്ക്ക് ഉണ്ടാവാം. പിന്നെ പ്രകൃതിയിൽ നിന്ന് നേടുന്ന ദുഃഖങ്ങൾ ബഹുതര ഭവഖേദനൊക്കെയാണ് ഭവഖേദങ്ങൾ എന്ന് പറയുന്നത്. ബഹുതര ഭവഖേദങ്ങൾ ജീവഭാജങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ഈ ചേഷ്ട, ഈ വിനോദം അല്ലെങ്കിൽ ഈ പ്രവൃത്തി കഷ്ടല്ലേ ഗുരുവായൂരപ്പ? എന്തെങ്കിലും അവയെ സൃഷ്ടിക്കാതിരിക്കുക, അല്ലച്ച ഇത്ര ദുഃഖം കൊടുക്കാതിരിക്കുക. ശരിക്കും വളരെ ലോജിക്കായിട്ടൊരു കാര്യം അദ്ദേഹം പറയണത്. എന്തെങ്കിലും സൃഷ്ടിക്കാതിരിക്കുക. സൃഷ്ടിച്ച സ്ഥിതിക്ക് എന്തിനാ അങ്ങനെ അവരെ കുഴക്കണത്? ആശുപത്രിയിലൊക്കെയാണ് കൊണ്ടുപോയിട്ടാണ്ടല്ലോ, മൂക്ക് കൂടെ ട്യൂബ്, വായയെ കൂടെ ട്യൂബ്, ഒന്നും പറയണ്ട. ICUവിൽ കൊണ്ടുപോയിട്ടാൽ ഒരു ദിവസം എത്രയും പൈസ നിശ്ചയില്ല. എന്നിട്ട് ആളെ ഇങ്ങോട്ട് കിട്ടുമോ? ഇല്ലേ. ഇനിയും ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ വല്ലാത്ത കഷ്ടമല്ലേ അങ്ങ് ചെയ്യണത്? എന്തൊരു കഷ്ടമാണ് ഈ ചെയ്യണത്. ആലോചിച്ചാൽ ശരിയാണ്. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, തേ സൃഷ്ടിചേഷ്ട കഷ്ട, അങ്ങയുടെ സൃഷ്ടിചേഷ്ട കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. എന്തുകൊണ്ട്? ബഹുതര ഭവഖേദാവക ജീവഭാജാം ബഹുതര ഭവഖേദ. ജീവജാലങ്ങൾക്ക് വളരെയേറെ ഖേദങ്ങൾ ഉണ്ടാക്കി തീർക്കും. തീർത്താൽ തീരാത്ത ഖേദങ്ങൾ. ക്യാൻസർ വരിക, കിഡ്നി കേട് വരിക, പറയാനില്ല. അപ്പോൾ ഖേദം എന്നൊന്നും പറഞ്ഞാൽ പോരാ, ബഹുതര ഭവഖേദം തന്നെ പറയണം. ബഹുതര ഭവഖേദാവഹം സൃഷ്ടിക്കുന്നത് കൊണ്ട്, ജീവഭാജങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് കൊണ്ട്, തേ സൃഷ്ടിചേഷ്ട കഷ്ട, അങ്ങയുടെ സൃഷ്ടിചേഷ്ട കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ഇത്തേവം പൂർവമാലോചിത ഹേ അജിത എന്ന് വിളിക്കുകയാണ്. സംബോധന. അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, ഞാൻ ഇങ്ങനെയാണ് മുമ്പേ ചിന്തിച്ചത്. ഇത്തേവം പൂർവമാലോചിതം, ഞാൻ എന്ത് ചിന്തിച്ചു? അജിത ഹേ സൃഷ്ടിചേഷ്ട കഷ്ട, അങ്ങയുടെ സൃഷ്ടിചേഷ്ട കഷ്ടം തന്നെ. എന്തുകൊണ്ട്? ജീവഭാജാം
ബഹുതര ഭവഖേദാവക, ജീവഭാജങ്ങൾക്ക് വളരെയേറെ ഖേദം ഉണ്ടാക്കുന്നതിനാൽ, കാരണം അതാണ്. എന്താ? ഇത്തേവം പൂർവമാലോചിതം മയാ, ഇങ്ങനെ എന്നാൽ മുമ്പേ ആലോചിക്കപ്പെട്ടു. പാസീവ് വോയിസ് ആണ്, ആലോചിക്കപ്പെട്ടു. മയാ, അപ്പം പിന്നെ എന്നാൽ എന്നാണല്ലോ വരിക, ഞാൻ എന്നല്ല. എന്നാൽ ആലോചിക്കപ്പെട്ടു. ഇതേവം പൂർവം ആലോചിതം മയാ ആലോചിതം, ഞാൻ മുമ്പേ അങ്ങനെ ചിന്തിച്ചു. ഇപ്പോഴോ? ഇപ്പോഴത്തെ കാര്യം പറയണേ. നൈവമത്യാഭിജാനേ, ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അദ്യാഭി, ഇപ്പോൾ. ചിലവർക്ക് അദ്യാഭി ഭവൽ കൃപ, കുറേ കാലമായിട്ട് കാണണം വിചാരിച്ചു, ഇപ്പോഴാണ് കിട്ടിയത്. അതാണ് അദ്യാഭി ഭവൽ കൃപ, ഇപ്പോഴാണ് സർവേശ്വര അങ്ങേ കാണാനുള്ള പറയുന്നുണ്ടല്ലോ. അദ്യാഭി, ഇപ്പോഴാണ്, ഇപ്പോൾ എനിക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു. അങ്ങ് ക്രൂരനാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങ് ക്രൂരനാണെന്നോ ഈ സിട്ടിച്ചേട്ട കഷ്ടമാണെന്നോ അങ്ങയെ കുറ്റാരോപണം നടത്താനോ അല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു മാറ്റം എൻ്റെ മനസ്സിന് വന്നിട്ടുണ്ട്. ഇത് പൂർവമാലോചിതമാണ്, മുമ്പേ പറഞ്ഞതാണ്. നൈവമദ്യാഭിജാനെ. പിന്നെ ഇപ്പം ചിന്തിക്കണത് എന്താ? അത് അടുത്ത ഭാഗം ശ്ലോകത്തിൽ, സെക്കൻഡ് പാർട്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ ക്രൂരനല്ല എന്ന് ഇപ്പം തോന്നിയത്? മുമ്പ് ക്രൂരനാണെന്ന് തോന്നി, കഷ്ടത്തെ സിട്ടിച്ചേട്ട അങ്ങനെയും തോന്നി. നൈവമദ്യാഭിജാനെ, ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കണം. പിന്നെ എങ്ങനെയാണ് ചിന്തിക്കണം? നോച്ചേ ജീവഭാജാം എന്ന് പറഞ്ഞു ഇല്ലേ? ആ ജീവഭാജങ്ങളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ, നോച്ചേ ജീവാഹ, ക്രിയ അതിൻ്റെ ഉള്ളിൽ അന്തർലീനമാണ്. ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ വാക്കില്ല, അത് നമ്മൾ ചേർക്കണം. ചിലപ്പോൾ അങ്ങനെ സംസ്കൃതത്തിൽ വരിക, കാവ്യത്തിലൊക്കെ ക്രിയ ചേർക്കേണ്ടി വരും. നോച്ചേ ജീവജാലങ്ങളില്ലായിരുന്നുവെങ്കിൽ, സൃഷ്ടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, കഥമ്പ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ ചിന്തിക്കുക? ഞാൻ എങ്ങനെയാണ് അങ്ങയെ ചിന്തിക്കുക? ഇപ്പം ഭഗവാനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ സൃഷ്ടി വേണ്ടേ? നമ്മളെപ്പോലുള്ള ജീവന്മാരാക്കിയിട്ട് സൃഷ്ടിച്ചാലല്ലേ ഭഗവാനെ ചിന്തിക്കാൻ പറ്റൂ? ഭഗവാനിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുമോ? അപ്പോൾ ഭഗവാനിൽ നിന്ന് അന്യമായിട്ടുള്ളൊരു സൃഷ്ടി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എന്ത് സാധിക്കുന്നു? അങ്ങയെപ്പറ്റി ചിന്തിക്കാനും. ചിന്തിച്ചിട്ടോ? പരമരസസുധാംഭോതി പൂരേ, അത് പറഞ്ഞല്ലോ, അമൃതസ്യന്ത സന്തോഷം. അതന്നെയാണ് ഭഗവാനെ ചിന്തിക്കുന്നവർക്ക് അമൃതരസത്തിൽ ഇങ്ങനെ മുങ്ങാൻ കഴിയും. പരമരസസുധാംഭോതി, അതന്നെയാണ് അമൃതസ്യന്ത സന്തോഷം. തത്തേ പ്രത്യഗ്രധാരാധര എന്ന് പറഞ്ഞല്ലോ. അത് ആ ശ്ലോകത്തിൽ അമൃതസ്യന്ത സന്തോഷം, അന്തസ്സിഞ്ചർ സഞ്ചിന്തഗാനാം, അതന്നെ വാക്ക്. ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ അമൃതവർഷം ഇങ്ങനെ ചൊരിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സൃഷ്ടി ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നൈവമദ്യാഭിജാനെ, ഇപ്പോൾ ഭഗവാന്റെ സൃഷ്ടി ക്രൂരമായ വിനോദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങയെ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ പരമരസസുധാംഭോതി ഭഗവാൻ നിറയ്ക്കണു, കുറവില്ലാതെ നിറയ്ക്കണം. എന്ത്? പരമരസസുധാംഭോതി, പരമാനന്ദമാകുന്ന അമൃതം. ആ പരമാനന്ദമാകുന്ന അമൃതം ജീവന്മാരില്ലെങ്കിൽ എങ്ങനെ അനുഭവിക്കാൻ പറ്റും? നോച്ചേ ജീവ കഥമ്പ, ജീവന്മാരില്ലെങ്കിൽ എങ്ങനെ പരമരസമായിട്ടുള്ള അമൃതസുഖം അനുഭവിക്കാൻ കഴിയും? അപ്പോൾ അത് ജീവന്മാർ അനുഭവിച്ചോട്ടെ എന്ന കാരുണ്യമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നണത്. ഇനി പരമരസസുധാംബോധി എങ്ങനെയാണ് നിറയുക? തന്നെ വന്ന് നിറയൊന്നുമില്ല. അത് നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? മധുരതരമിതം ത്വദ്ബഭുചിത്രസാദ്രം നേത്രൈ ശ്രോത്രൈച്ച പീത്വ, അങ്ങനൊരു സംഗതി ചെയ്യണം, എന്നാലേ നിറയുള്ളൂ. വെറുതെ എങ്ങനെ നിറയോ ഒരു സംഗതി? ഇല്ലേ, എവിടെയെങ്കിലുമൊക്കെ നിറയണമെങ്കിൽ മഴ പെയ്യണം, എന്നാലല്ലേ വെള്ളം നിറയുള്ളൂ. ടാങ്കിലേക്കാണെന്ന് വെച്ചാൽ വെള്ളം അടിക്കണം, അല്ലാണ്ട് നിറയോ? പാത്രങ്ങളിൽ വെച്ചാൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു വയ്ക്കണം, എന്നാലേ നിറയൂ, അല്ലെങ്കിൽ പാത്രങ്ങൾ നിറയോ? ഇങ്ങനെ എന്തെങ്കിലും സംഗതി നിറയണമെങ്കിൽ
എന്തെങ്കിലും ഒന്ന് ചെയ്യണം. തന്നെ ഒരു പാത്രം അവിടെ വെച്ചാൽ നിറയില്ല. അതുപോലെ പരമരസസുധാംബോധി ഉള്ളിൽ നിറയില്ല തന്നെ. പിന്നെ എങ്ങനെ നിറയും? അതാണ് ഇവിടുന്ന് നേത്രൈ ശ്രോത്രൈച്ച പീത്വ. അങ്ങയുടെ ആ ശരീരത്തെ നമ്മൾ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കോരി കുടിക്കണം. ചെവി കൊണ്ട് കോരി കുടിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് കേൾക്കുക, അല്ലാണ്ട് ആ സുധാംബോധി നിറയില്ല. നേത്രൈ കണ്ണുകൊണ്ട്, ശ്രോത്രൈ ചെവി കൊണ്ട്. ചെവി കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ അനുഭവിക്കുക? കേട്ടിട്ട്, വേറെ മാർഗ്ഗമില്ലല്ലോ. ചെവി കൊണ്ട് കേട്ടിട്ടും കണ്ണുകൊണ്ട് കണ്ടിട്ടും അങ്ങയെ അനുഭവിച്ച് പീത്വ കുടിക്കുക. അതിന് നമ്മുടെ ചെവി കൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞിരിക്കണു, കണ്ണുകൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞിരിക്കണം. ഒക്കെ കുടിക്കലാക്കാം, അത് തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. നാവുകൊണ്ട് കുടിക്കണു വെള്ളം വായിൽ ഒഴിക്കുമ്പോൾ, ചെവി കൊണ്ട് കുടിക്കണു ചെവി കൂടെ കേൾക്കുമ്പോൾ, കണ്ണുകൊണ്ട് കുടിക്കണു കണ്ണുകൊണ്ട് കാണുമ്പോൾ. അങ്ങനെ കണ്ണുകൊണ്ട് കേട്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും പീത്വ കുടിച്ചിട്ട് പരമരസമായിരിക്കുന്ന അമൃതത്തിൽ മുങ്ങാനായിട്ട് കഴിയും. എങ്ങനെ? ത്വത് വപു ചിത് രസാർദ്രം. ചിത് സ്വരൂപത്തോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപത്തെ മധുരതരമായിട്ട് അനുഭവിക്കാൻ പറ്റും കണ്ണുകൊണ്ടും കാതുകൊണ്ടും. അവിടെ ചിത് രസാർദ്രം എന്ന് പറഞ്ഞാൽ ശ്ച എന്ന് വന്നിരിക്കണേ എങ്ങനെയാണ്? ത്വത് വപു വിസർഗം പ്ലസ് ചി ആണ്. വിസർഗം കഴിഞ്ഞിട്ട് ചി വന്നാൽ, അങ്ങനത്തെ അക്ഷരങ്ങൾ വന്നാൽ ശ്ച എന്ന് വരും. സത്യത്തിൽ ശകാരം അവിടെ ഇല്ല, ശകാരമില്ല. ത്വത് വപു പ്ലസ് ചി ആണ് കൂട്ടിച്ചേർന്നപ്പോൾ ചി ആയത്. അപ്പോൾ ഒന്നിച്ച് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിച്ചാൽ മതി. ത്വത് വപിശ്ചിത്രസാർദ്രം. പിരിച്ച് വായിക്കുമ്പോൾ ത്വത് വപുഹു ചിത്രസാർദ്രം. ച എന്ന് മാത്രമേ പാടൂ. ശകാരം അവിടെ ചേരുമ്പോൾ വന്നുകൂടിയ അതിഥിയാണ്. ത്വത് വപു പ്ലസ് ചിത്രം, ത്വത് വപുശ്ചിത്രം. ചിദാനന്ദ സ്വരൂപത്തോടു കൂടി ആർദ്രമായതായ, ആർദ്രത ഉണ്ടാക്കുന്നതായ, മനസ്സിന് അലിവ് കൗതുകം മുതലായിട്ടൊക്കെ പാടേണ ഈ ചിത്ര ആർദ്രം എന്ന് പറയും. ആർദ്രാരിഷ്ടം എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അത് ആർദ്രത ഉണ്ടാക്കുക, അലിവുണ്ടാക്കുക, ദഹിപ്പിക്കുന്ന ഇഷ്ടത്തിനാണ് ആർദ്രാരിഷ്ടം എന്ന് പറയുക. കഴിച്ച ഭക്ഷണത്തെ ലയിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ലയിപ്പിക്കുന്നത് മനസ്സിനാണ് തരുന്നത് ആർദ്രത അല്ലേ? ആർദ്ര എന്ന് പറഞ്ഞൊരു നക്ഷത്രമാണ് തിരുവാതിര. അതെന്തുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ആർദ്രത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അലിവുണ്ടാക്കുക. അപ്പോൾ അലിവുണ്ടാക്കുന്നതായ ത്വദ്ബഭു അതിനെ ചിന്തിക്കുക എന്നുള്ളതിനാണ് ഈ ചിദ്രസം എന്ന് പറയുന്നത്. കണ്ടിട്ട് മനസ്സിലാക്കുക, കേട്ടിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞു എങ്കിലും അർത്ഥം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഭഗവാന്റെ ആ സ്വരൂപത്തെ വേറൊരു വസ്തുവിനെ കണ്ടിട്ടോ കേട്ടിട്ടോ അറിയുന്നത് പോലെ അറിയാൻ കഴിയില്ല. ഒരു ശർക്കരയുടെ മധുരം നമുക്ക് വായിലിട്ടാൽ അറിയാം അല്ലേ? നല്ലൊരു കാഴ്ച കണ്ണുകൊണ്ട് കണ്ടാൽ അറിയാം. നല്ലൊരു പാട്ട് ചെവി കൊണ്ട് ആസ്വദിച്ചാൽ അറിയാം ഇല്ലേ? അപ്പം ഇവിടെ പറഞ്ഞു കുറച്ച് വിപരീത പറയണത്. നേത്രയും ശ്രോത്രയും കൊണ്ട് അനുഭവിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നേത്രം കൊണ്ടും ശ്രോത്രം കൊണ്ടും മാത്രം അനുഭവിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പിന്നെ പറയണു. ഈ രസാർദ്രം ചിത്രസം എന്നുള്ളതിൻ്റെ വാക്ക് അങ്ങനെ പോവുക. അതിൻ്റെ പിന്നിൽ എന്തും കൂടി വേണം? മനസ്സ് ബുദ്ധിയും കൂടി വേണം. അപ്പം മനസ്സും ബുദ്ധിയും ഇല്ലാണ്ട് നമുക്ക് കൽക്കണ്ടം ശർക്കര ആസ്വദിക്കാൻ മനസ്സ് വേണോ? ബുദ്ധി വേണോ? വയലിട്ടാൽ മതി. ബുദ്ധിയും വേണ്ട, മനസ്സും വേണ്ട. പക്ഷെ ഇതങ്ങനെ പറ്റില്ല കേട്ടോ. ചെവി കൊണ്ട് കേട്ടു, കണ്ണുകൊണ്ട് കണ്ടു, ബുദ്ധിയും പ്രവർത്തിപ്പിച്ചില്ല, മനസ്സുകൊണ്ടും പ്രവർത്തിച്ചില്ല. ഈ അനുഭവം നമുക്കുണ്ടാവില്ല. ഏതനുഭവം? പരമരസസുധാംബോധി, അമൃതത്തിൻ്റെ സുഖം ഉണ്ടാവില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കാണണം, ചെവി കൊണ്ട് കേൾക്കണം, പ്ലസ്സാണ്. അത് വേണ്ടാന്നല്ല, പ്ലസ്സും കൂടി ഉണ്ട്. മനസ്സും ബുദ്ധിയും കൂടി അതിൽ പ്രവർത്തിക്കണം. ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു പൂർവ്വ പുണ്യം ഉണ്ടാവണം. ഇപ്പം എത്രയോ ആൾ കേൾക്കണു, എന്തേ പറഞ്ഞേ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റുമോ? എത്രയോ ആൾക്കാർ കേട്ടു, അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സപ്താഹത്തിന് ഊണ് കഴിക്കാൻ സമയമായോ നോക്കിയിട്ടാണ് കേൾക്കുക. അങ്ങനെ കേട്ടിട്ട് ഒരു കാര്യമില്ല. പപ്പടം കാച്ചണ വാസനയും
ഊണയിക്കുന്ന സമയമായോ എന്നും നോക്കിയിട്ട് കേട്ടോക്കൂ, ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ചെവിയിട്ട് കേൾക്കണം, പക്ഷേ അങ്ങനെ വെറുതെ കേട്ടാൽ പോരാ. അതിൻ്റെ പിന്നിൽ എന്ത് വേണം? രസാർദ്രം, ചിത്ത് രസാർദ്രമാണ്. വെറും ആർദ്രല്ല, ചിത്ത് രസാർദ്രം. അവിടെ ചിത്ത് പ്ലസ് രസം ആണ് കേട്ടോ. ചിത്ത് പ്ലസ് രസമാണ് ചിത്ത് രസാർദ്രം ആവുന്നത്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ചിത്തം എന്നുള്ളതിന് വന്നതാണ്. അപ്പോൾ ചിത്തും അതിൽ കയറ്റിയിട്ട് കേൾക്കണം. അപ്പം നമുക്ക് എന്താവും? കേട്ടതിൻ്റെ ഗുണം കിട്ടും, കണ്ടതിൻ്റെ ഗുണം കിട്ടും, ഒക്കെ കിട്ടും. അതിൻ്റെ പിന്നിൽ ചിത് രസമാണ്. ചിത്ത് പ്ലസ് രസമാണ് ചിത് രസമാവുന്നത്. ദ്ര എന്ന വാക്ക് അവിടെ ഇല്ല, ചിത്ത് പ്ലസ് രായാണ് ഉള്ളത്. കൂടുമ്പോൾ എന്തായി? ചിത് രസാർത്ഥം ആയി. അപ്പോൾ എങ്ങനെ കേൾക്കണം, എങ്ങനെ കാണണം പ്രധാനമാണ്. വെറുതെ കണ്ടാലോ വെറുതെ കേട്ടാലോ ഒരു ഗുണവും ഉണ്ടാവില്ല. സിനിമ കാണുന്ന പോലെയോ സീരിയൽ കാണുന്ന പോലെയോ എന്തെങ്കിലുമൊക്കെ കേൾക്കണ പോലെയോ ഇത് കേട്ടാൽ പോരാ. പുസ്തകം വേണം, മുമ്പിൽ വെക്കണം, ശ്രദ്ധിക്കണം, ചിന്തിക്കണം, ശ്രവണവും മനനവും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും അനുഭവം കിട്ടും. അപ്പോൾ ചിത്രസാർദ്രം ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി അതിനെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ രസം നമ്മൾ കവർന്നെടുക്കുന്ന വേണം, എന്നാലേ കിട്ടൂ. അതുകൊണ്ട് ചിത്രസാർദ്രമായിരിക്കുന്ന അങ്ങയുടെ ആ വപുസ് ശരീരം കേൾക്കുക, അതിനെപ്പറ്റി കേൾക്കുക, അതിനെ കാണുക ഒക്കെ ചെയ്താൽ, ചെവി കൊണ്ട് കുടിക്കുക, പീത്വ, നേത്രേ പീത്വ ശ്രോത്രേ പീത്വ. അപ്പം നേത്രേ ശ്രോത്രേച്ച പീത്വ, രണ്ടുകൊണ്ടും കുടിക്കുക. അങ്ങനെയായാലോ പരമരസസുധാംബോധിയിൽ നമുക്ക് രമിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൃഷ്ടിചേഷ്ട തീർച്ചയായിട്ടും ഒരു ക്രൂരതയല്ല, ഒരു അനാവശ്യമല്ല, അതൊരു ഗുണം തന്നെയാണ്. വെറും പഴിക്കപ്പെടേണ്ട കാര്യമല്ല സൃഷ്ടിചേഷ്ട. ആദ്യം പറഞ്ഞ സൃഷ്ടിചേഷ്ട കഷ്ടമാണോ എന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നണത്. നൈവം അദ്യാപി, ഇപ്പം എൻ്റെ ഇത് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്, പൂർവം ആലോചിത, ഞാൻ മുമ്പ് ചിന്തിച്ചതാണത്. ഇപ്പോഴോ നൈവം അദ്യാപിജാനെ, ഇപ്പം ചിന്തിക്കുന്നത് ജീവന്മാരില്ലെങ്കിൽ എങ്ങനെയാണ്, കഥം വാ, ജീവന്മാരില്ലെങ്കിൽ കണ്ണുകൊണ്ട് ചെവി കൊണ്ട് കോരി കുടിച്ച് പരമരസ ആവുന്ന അമൃതം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഇപ്പോൾ ഒരു ശരിക്കും ഒരു ഗുണമല്ലേ സർവേശ്വര അങ്ങയുടെ സൃഷ്ടി. എൻ്റെ ശരീരത്തെ ഞാനിപ്പോൾ പഴിക്കുന്നില്ല. അത് വാതരോഗത്തോടു കൂടി ആയിക്കോട്ടെ, കുഴപ്പത്തോടു കൂടി ആയിക്കോട്ടെ, ദുഃഖത്തോടു കൂടി ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഗുണമുണ്ട്, ഈശ്വരനെ ചിന്തിക്കാമല്ലോ. ആ ചിന്തയിൽ എല്ലാ വിഷമവും ഇല്ലാതാവുന്നു. ഇംഗ്ലീഷിൽ പറയാൻ ന്യൂട്രലൈസായി പോകുന്നു. അതുകൊണ്ട് സൃഷ്ടി വേണം എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. എൻ്റെ മനുഷ്യ ജന്മത്തെ ഞാൻ പഴിക്കുന്നില്ല. നീ മനസ്സിന് കൊണ്ടും ബുദ്ധി കൊണ്ടും ഭഗവാന്റെ കഥകളെ കേൾക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നൊരു ചോദ്യം വരാം. ഇതൊക്കെ ഇങ്ങനെ കടിച്ചാൽ പൊട്ട്, അങ്ങനെയല്ല. അതിനൊരു ഉത്തരം പറഞ്ഞു, മധുരതരമിതം. മധുരതരമിതം, വെണ്ട പോലെ പറയും വെണ്ട പോലെ കേൾക്കും ചെയ്താൽ മുഷിപ്പോ മടുപ്പോ ഇല്ല എന്നല്ല, മധുരമാണ് സർവേശ്വര. ഒട്ടും വിഷമുള്ള കാര്യമില്ല. ഇപ്പം എത്ര സമയം പോണു നമ്മളറിയുന്നുണ്ടോ? മധുരതരമിതം വളരെ ആനന്ദകരമാണ്. കൃഷ്ണൻ്റെ സ്വരൂപത്തെ പറയുക, കൃഷ്ണൻ്റെ അല്ലേ ഭഗവാനെ പറ്റി പറയുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടോ, മടുപ്പുണ്ടോ, മുഷിപ്പുണ്ടോ, സമയബോധമുണ്ടോ? എല്ലാം വിട്ടിട്ട് പറയാൻ കഴിയണു. ഇവിടെ നിന്നില്ലാത്ത ഉത്സാഹം ഉണ്ടാവണു. ഒക്കെ വേറെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് കിട്ടണുണ്ടോ? കിട്ടില്ല. മധുരതരമിതം, മധുരതരമായ അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തോ ആവട്ടെ, കഥയോ അങ്ങയുടെ തത്വമോ എന്തായാലും സുഹൃതം ചെയ്ത ജീവന്മാർ കേട്ടോ. അല്ലാത്തവർക്ക് മുഷ്പ് തോന്നി എന്നൊക്കെ വരാം. സുഹൃതം ചെയ്ത ജീവന്മാർ വണ്ട് ഏത് പ്രകാരം തേനിലങ്ങോട്ട് ഉറച്ചിരുന്നാൽ ഒന്നും അറിയാണ്ട് അതിലിരിക്കുന്നുവോ, മറ്റതൊക്കെ മറന്ന് അതിലിരിക്കും. മധുരതരമിതം, അത്ര മാധുര്യമുള്ളതാണ് ഭഗവാനെ സംബന്ധിക്കുന്ന കഥകൾ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം ഏതായിക്കോട്ടെ. ശ്രീകൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ, തുളസിപ്പൂ കൊണ്ട്
ഇങ്ങനെ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പാദത്തിൽ അർച്ചിക്കുമ്പോൾ ഉള്ളൊരു സുഖം അനുഭവിക്കുമ്പോൾ തോന്നും അതന്നെയാണ് കേമട്ടുമെന്ന്. നാരായണീയം കേൾക്കുമ്പോൾ തോന്നും ഇതന്നെയാണ് സുഖം. ഭാഗവതം കേൾക്കുമ്പോൾ പറയാനില്ല. ഗുരുവായൂർ പോയിട്ട് തൊഴുകുമ്പോൾ പറയാനില്ല. ഏതേതാ മാധുര്യമുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം മധുരതരമാണ്. അതുകൊണ്ട് മധുരതരമായിരിക്കുന്ന വീണ്ടും 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 വേണം എന്ന് തോന്നുന്നതായ ആ ശരീരത്തെക്കുറിച്ച്, അങ്ങയെക്കുറിച്ച് കണ്ണുകൊണ്ട് ചെവി കൊണ്ട് കോരി കുടിക്കുമ്പോൾ ജീവന്മാർ പരമരസസുധ ആസ്വദിക്കാറാവുന്നു. അവർക്ക് ജീവന്മാർക്ക് അത് സൃഷ്ടിയില്ലെങ്കിൽ എങ്ങനെ നടക്കാനാണ്? ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടിചേഷ്ട വളരെ ഖേദങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കഷ്ടമാണ് എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ജീവന്മാരില്ലെങ്കിൽ ആർദ്രമായിരിക്കുന്നതും മധുരതരമായിട്ടുള്ളതും രണ്ട് വിശേഷണമാണ്. അങ്ങയുടെ ശരീരത്തെക്കുറിച്ച് കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കേട്ടിട്ടും കണ്ടിട്ടും പരമരസമാകുന്ന അമൃതത്തിൽ എങ്ങനെ മുങ്ങാൻ കഴിയും സൃഷ്ടിയില്ലെങ്കിൽ? അതുകൊണ്ട് അത് നന്നായി എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ഭഗവാനെ ഭജിക്കുമ്പോഴും ഭഗവത് മഹാത്മ്യം കേൾക്കുമ്പോഴും ഈശ്വരനെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നു നന്നായി നന്നായി നന്നായി, മനുഷ്യജന്മം കിട്ടിയിട്ട് നന്നായി എന്ന് അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഡെയിലി നോക്കാം. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവ ഖേദാവകാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത. അജിത സംബോധനയാണ് ആദ്യത്തെ, അതാ പറയേണ്ടത്. അജിത എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അതിനാ വേറെ അർത്ഥമൊന്നുമില്ല. മയാ എന്നാൽ നൈവമത്യാഭിചാനേ, ഇപ്പം അങ്ങനെയല്ല. നോച്ചേ ജീവ കഥംബ മധുരതരമിതം ത്വദ്ബഭുശ്ചിത്രസാർത്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.